ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കണ്ണപുരം സ്ഫോടന കേസിലെ പ്രതി പോലീസ് പിടിയിലായിരിക്കുന്നു. അനു മാലിക് എന്ന അനൂപ് കുമാറാണ് പിടിയിലായിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. നിഖിൽ, ഇയാളെ എവിടെ നിന്നാണ് പോലീസിന് പിടിക്കാനായത്? കണ്ണപുരം പോലീസ് കാഞ്ഞങ്ങാട് വെച്ച് അനൂപ് കുമാറിനെ പിടികൂടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ പോലീസിന് ഇയാൾ എവിടെയാണ് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ സംബന്ധിച്ച് പോലീസിന് വിവരം കിട്ടിയിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇയാൾ കണ്ണപുരത്തെ ഒരു ജിമ്മിൽ എത്തിയതായുള്ള വിവരം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത് പുലർച്ചെ സമയത്ത്. അതിനുശേഷം ഇയാൾ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോയെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും കാഞ്ഞങ്ങാട് വെച്ച് കണ്ണപുരം പോലീസ് ഇയാളെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. കണ്ണൂരിലെ ചാലാട് സ്വദേശിയാണ്. ഇയാളാണ് ഇത്തരത്തിൽ ഈ വീട് വാടകയ്ക്ക് എടുത്തിരുന്നത്. കീഴറയിലെ ഗോവിന്ദന്റെ ഉടമസ്ഥതയിലുള്ള വീട് ഇയാളാണ് വാടകയ്ക്ക് എടുത്തിരുന്നത്. ആ വീട്ടിലാണ് ഇന്ന് പുലർച്ചെ 1:50 സ്ഫോടനം നടക്കുകയും ഈ അനൂപ് കുമാറിന്റെ ബന്ധുവായ മുഹമ്മദ് അഷാം ഈ സ്ഫോടനത്തിൽ മരിക്കുകയും ചെയ്തത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. നിഖിൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ഈ സ്ഫോടനം സംബന്ധിച്ച അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാവുക ഈ അനു മാലിക്കിന്റെ ചോദ്യം ചെയ്യലായിരിക്കും. കാരണം എന്തിന് ഈ സ്ഫോടന ശേഖരം ഉണ്ടാക്കി എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ കാര്യങ്ങൾ പോലീസിന് ഇപ്പോഴും വ്യക്തമായിട്ടുണ്ടോ? തീർച്ചയായും രുചീഷ്, അക്കാര്യത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ അറസ്റ്റ് എന്നത് രുചീഷ് പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. കാരണം ഈ സ്ഫോടനത്തിന് പിന്നാലെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയവും അതായിരുന്നു. കാരണം ഈ പൊതുവെ ഇത്തരത്തിൽ പടക്കങ്ങളാണെങ്കിൽ അത് ആ പടക്കങ്ങൾ ഉപയോഗിക്കുന്നത് ഉത്സവങ്ങൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും ഒപ്പം തന്നെ ഈ വിഷു പോലുള്ള മറ്റ് ആഘോഷങ്ങൾക്കുമൊക്കെയാണ്. പക്ഷെ അത്തരം ഒരു സീസൺ അല്ല ഇത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും എന്തിനാണ് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ അവിടെ നിർമ്മിച്ചു വെച്ചത്? അത് മാത്രമല്ല, ഉഗ്ര സ്ഫോടന ശേഷിയുള്ളവയായിരുന്നു അതിലേറെയും. അതുകൊണ്ട് തന്നെയാണ് ആ വീട് തകരുകയും അതിന്റെ ഏകദേശം 200-300 മീറ്റർ ചുറ്റളവിലുള്ള വീടുകൾക്ക് കേടുപാട് സംഭവിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഇത്രയധികം ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വെച്ചത് എന്തിനാണ് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുന്നതും നമ്മൾ ഇന്ന് കണ്ടതാണ്. അങ്ങനെ പല വിധത്തിലുള്ള സംശയങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഇയാളിൽ നിന്ന് ലഭിക്കേണ്ടത്. അതുകൊണ്ട് വളരെ നിർണായകമാണ് ഈ അനൂപ് മാലിക് എന്ന് അറിയപ്പെടുന്ന അനൂപ് കുമാറിന്റെ അറസ്റ്റ്. പ്രത്യേകിച്ച് നേരത്തെ ഇയാൾക്കെതിരെ നമ്മൾ രാവിലെ മുതൽ പറയുന്നത് പോലെ നിരവധി കേസുകളുണ്ട്. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസുകൾ തന്നെ, സമാനമായ രീതിയിൽ സ്ഫോടനം ഉണ്ടായ കേസ് തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാലമായിട്ടും ഇയാൾ ഇത് തുടരുന്നുണ്ട്. ഇയാൾ ഒരു ഏജന്റ് എന്ന രീതിയിൽ ജില്ലയ്ക്ക് അകത്തും പുറത്തും ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് എത്തിച്ചു നൽകുന്നയാളാണ് എന്നതാണ് വിവരം.